പെരുമ്പുഴയോരത്തെ ഹരിതസമൃദ്ധി പണ്ടേ പ്രസിദ്ധമായിരുന്നു. എന്നാൽ നഗരവൽക്കരണത്തിൻ്റെ കുത്തൊഴുക്കിൽ കൈവിട്ടുപോയ ചരിത്രത്തെ തിരിച്ചുപിടിക്കാനുള്ള ശ്രദ്ധേയമായ ശ്രമങ്ങളാണ് പോയ 5 വർഷം പയ്യന്നൂരിൽ നടന്നത്. 2 വിളകളിലായി പ്രതിവർഷം 250 മുതൽ 300 ഹെക്ടർ വരെയാണ് പയ്യന്നൂർ നഗരസഭയിലെ നെൽകൃഷി. 40 മുതൽ 45 ലക്ഷം രൂപ വരെ ഇതിനായി ചെലവഴിച്ചിട്ടുണ്ട്. തെങ്ങ് കൃഷി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ജൈവവളം നൽകുകയുണ്ടായി. 65,000 പേർക്ക് പച്ചക്കറി വിതരണം സൗജന്യമായി നൽകി. പച്ചക്കറി വിപണിയിൽ ഇടപെടുന്നതിനായി പയ്യന്നൂരിലെ 3 കേന്ദ്രങ്ങളിൽ ഹോർട്ടികോർപ്പിന് സ്ഥലം വിട്ടു നൽകി. ഇടവിള കൃഷി പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി ഇഞ്ചി, മഞ്ഞൾ, ചേന വിത്തുകൾ സൗജന്യമായി നൽകുകയുണ്ടായി. അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് തെങ്ങിൻ തൈ വിതരണം ചെയ്തു. തരിശുപാടം കൃഷിയോഗ്യമാക്കാൻ വിപുലമായ പദ്ധതി നടപ്പിലാക്കി. ജില്ലയിൽ ക്ഷീരകർഷകർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം നൽകിയ നഗരസഭ എന്ന അംഗീകാരവും പയ്യന്നൂർ നഗരസഭയെ തേടിയെത്തി. ഉൽപാദന ബോണസ് ഇനത്തിൽ പ്രതിവർഷം 6 ലക്ഷം രൂപയാണ് നൽകിയത്. പാൽ ഉൽപാദന വർധന ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ കന്നുകുട്ടി പരിപാലന പദ്ധതിയുടെ ആനുകൂല്യം 400-ലേറെ കർഷകർക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട്. കറവ പശുക്കൾക്ക് സൗജന്യ നിരക്കിൽ കാലിത്തീറ്റ ലഭ്യമാക്കി. ക്ഷീരകർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി. മത്സ്യകൃഷി പ്രോത്സാഹനത്തിന് കൂട്ടുകൃഷി, കല്ലുമ്മക്കായ കൃഷി എന്നിവയ്ക്ക് ധനസഹായം നൽകി വരികയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും മക്കളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി ആവിഷ്കരിച്ചു. കാർഷിക മേഖലയിൽ അക്ഷരാർത്ഥത്തിൽ പുത്തൻ ഉണർവ് നൽകിയാണ് പയ്യന്നൂർ നഗരസഭയിലെ LDF ഭരണസമിതി ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.